ഓം ശാന്തി. ഭയം അഥവാ പേടി ഉണ്ടാകുന്ന സമയത്ത് മനസ്സാദ്യം നെഗറ്റീവായിരിക്കുന്ന ചിന്തകളിലൂടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു ചിത്രമാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫർമേഷൻ ആവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ മനസ്സിൽ നിന്ന് ഭയത്തിൻ്റെ യാത്ര ആരംഭിച്ചു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ മുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. മനസ്സ് ആ ചിത്രങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുകയും ഒരു മൂവി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മാക്സിമം വേസ്റ്റ് ആയിരിക്കുന്ന ദൃശ്യം എന്താണോ അത് നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങുകയും ചെയ്യും. നിരന്തരമായിട്ട് ഈ കാര്യം നമ്മുടെ മനസ്സും ബുദ്ധിയും കൂടെ ഈ മൂവി കാണിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രാക്ടിക്കലായിട്ട് പുറത്ത് നടക്കുന്ന കാര്യമാണെങ്കിലും അകത്ത് നടക്കുന്ന കാര്യമാണെങ്കിലും അതകത്ത് നടക്കുന്നതാണോ പുറത്ത് നടക്കുന്നതാണോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഫീലിങ്ങിൻ്റെ ഡെപ്ത് അനുസരിച്ച് അത് ഉപബോധ മനസ്സ് സ്വീകരിച്ചു കൊണ്ടുമിരിക്കും. നിരന്തരമായിട്ട് ഇത്തരത്തിൽ ഭയത്തിൻ്റെ ചിന്തകൾ, ടെൻഷൻ്റെ ചിന്തകൾ മനസ്സിൽ വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഉപബോധ മനസ്സ് അതിനുള്ളിൽ നിന്ന് വളരെ വീക്ക് തോട്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയത്തിൻ്റെ അതിശക്തമായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സിനെ സ്വീകരിക്കും. ഉപബോധ മനസ്സ് നെഗറ്റീവ് ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടാണ് നിരന്തരമായിരിക്കുന്ന മാനസിക സമ്മർദ്ദം. കാര്യം എന്തെന്നറിയില്ല, ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും എന്തോ അകാരണമായിരിക്കുന്ന ഭയം, എന്തിനോ വേണ്ടി മനസ്സ് പിടയ്ക്കുന്നു, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തോ രോഗം വരുന്നതായിട്ടുള്ള ഭയം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഞാൻ തോൽവി സംഭവിക്കുന്നതായിട്ടുള്ള ഭയം വരുന്നു, എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതായിട്ടുള്ള ഭയം വരുന്നു. ഈ രീതികളിൽ അണ്ടർ സ്ട്രെസ് അടിമയായിരിക്കുന്ന ഒരു സ്റ്റേജ് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നിരന്തരമായി ഇത്തരം വിഷൻ കണ്ട് ഭയത്തിൻ്റെ ചിത്രം കണ്ട് മനസ്സിൽ നിന്ന് ഭയത്തിൻ്റെ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഉപബോധ മനസ്സ് ഭയത്തിൻ്റെ ഫീലിംഗ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ഭയക്കുന്ന അവസ്ഥ, ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞെട്ടുക, ഒരു കട്ടനെടുത്ത ഒരാളെ കാണുമ്പോൾ പോലും നമ്മൾ വിളറിപ്പോവുക, ഒരാൾ ഉറക്കെ പറഞ്ഞാൽ പോലും നമുക്ക് തിരിച്ചു മിണ്ടാൻ പറ്റാതായി പോവുക. ഇങ്ങനെയുള്ള പല രീതിയിലുള്ളതായിട്ടുള്ള സംസ്കാരമായിട്ട് മാറും. നമ്മൾ പറയും അണ്ടർ സ്ട്രെസ്സിലാണ്. ഈ സമയത്ത് നമ്മളെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പോകുമ്പോൾ അത് നമുക്ക് പാനിക് അറ്റാക്ക് പോലുള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ, എനിക്ക് രോഗം വന്നു എന്ന് തോന്നും, ഞാൻ മരിക്കുകയും തോന്നിപ്പോവും. ഡോക്ടറുടെ അടുത്ത് പോകും, ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ പേഷ്യൻ്റ് സ്വയം അനുഭവിക്കുകയായിരിക്കും. മസിൽ പെയിൻ സഹിക്കാനാവുന്നില്ല, ഡോക്ടറെ അടുത്ത് പോകുന്നു, വൈദ്യരെ കാണിക്കുന്നു, രോഗങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ അനുഭവം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ മനസ്സുകൊണ്ട് ശരീരം വീക്കായി മാറുമ്പോൾ, ശാരീരിക അവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി പതുക്കെ വീക്കാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഭയം കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രോഗവും ഏതൊരു വൈറസും വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഇത്തരത്തിൽ മനസ്സുകൊണ്ട് വീക്കായി ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇനി കുറച്ച് പോകുന്നതായിട്ടുള്ള കാലഘട്ടത്തിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൊറോണ വൈറസിൻ്റെ ഘടനയാവട്ടെ, മറ്റേത് വൈറസും ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള പകർച്ചവ്യാധികളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും വളരെ വേഗം ഇത്തരക്കാരെ അത് സ്വാധീനിക്കുകയും അവർക്ക് അത് വരുന്നതോട് കൂടിയിട്ട് പേടി കൊണ്ട് തന്നെ ആ രോഗം അവരെ വിഴുങ്ങുകയും അവർക്ക് പോവുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇത്ര നാളത്തെ നമ്മുടെ കൊറോണയുടെ ഒത്തുള്ളതായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവത്തിൽ മരിച്ചവരെക്കാൾ എത്രയോ കൂടുതൽ പേര് രോഗത്തിൽ നിന്നും മുക്തി നേടി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ രോഗത്തിൻ്റെ പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പുറത്തെ ആൾക്ക് പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ, അതിൻ്റെ 4 വീട് അപ്പുറത്തെ ആൾക്ക് പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അതുണ്ടായി മരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം മനസ്സ് കാണിച്ചു തരുന്ന ദ വേസ്റ്റ് ആയിരിക്കുന്ന ചിത്രമാണത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും അതിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കരുത്. റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ അത് നമ്മുടെ ഫീലിങ്സിലേക്ക്, എനർജിയിലേക്ക്, വൈബ്രേഷനിലേക്ക് മാറും. നമ്മുടെ ബ്രെയിനിനെ, അതുപോലെ തന്നെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, ഉപബോധ മനസ്സിനെ എല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കുകയും അത് ജീവിതത്തെ തന്നെ താറുമാറാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവായിരിക്കുന്ന ന്യൂസ് കേൾക്കുമ്പോൾ, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ആ കോവിഡ് വന്നിരിക്കുന്നു എന്ന് കേട്ടാൽ ഇവിടെ വിറച്ച് പേടിച്ച് അവശരായി മാറാതെ ഓക്കെ അവിടെ വന്നിട്ടുണ്ടോ, എന്നാൽ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കണ്ടേ? 3 നേരം ചുക്ക് കാപ്പി കുടിക്കാം, നല്ല ചൂടുള്ള വെള്ളം കുടിക്കാം, മഞ്ഞളും അങ്ങനെ പല രീതിയിലായിട്ടുള്ള കുടിക്കേണ്ട വെള്ളങ്ങളെക്കുറിച്ച്, നല്ല പ്രതിരോധശേഷി ഉണ്ടാവാനുള്ള വൈറ്റമിൻ സി പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം, കൂടുതൽ പ്യൂർ ആയിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് നോക്കാം, ചൂടുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണോ അതൊക്കെ എടുത്തുകൊണ്ട് മെഡിറ്റേഷൻ കൂട്ടുക, പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി കൂട്ടുക, എന്നിട്ട് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് ആരോഗ്യദായകമാക്കി വെക്കുക. എക്സസൈസ്
തീർച്ചയായിട്ടും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് ഹെൽത്തിലെ റെസിസ്റ്റൻസ് പവറിനെ കൂട്ടുന്ന ആളുകൾക്ക്, ഇമ്മ്യൂൺ സിസ്റ്റം പവർഫുൾ ആവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വൈറസും ബാധിക്കാനുള്ള സാധ്യതയില്ല. എനിക്കൊരാളെ അറിയാം, ഇൻഡിവിജ്വലായിട്ട് ഒരു കോവിഡ് ബാധിച്ച് മരിച്ച ഒരു പേഷ്യൻറ്റിൻ്റെ കൈയും കാലും തടവിക്കൊണ്ട് അവർ അതുകൊണ്ട് മരിച്ചതെന്ന് അറിയില്ലായിരുന്നു. അത്ര ക്ലോസ് റിലേഷൻ ആയിരുന്നു ആ മരിച്ച ആളും തമ്മിൽ. എന്തുകൊണ്ട് മരിച്ചു എന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ബോഡിയൊക്കെ തണുക്കണ് കണ്ടപ്പോൾ കൈയും കാലൊക്കെ ഒഴിഞ്ഞു നന്നായി ചൂടാക്കുക ഒക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് പിന്നീടാണ് ഹോസ്പിറ്റലിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർ കോവിഡ് വന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് സൈലന്റ് അറ്റാക്കിൽ മരിച്ചതാണ് എന്ന്. എന്നിട്ടും ആ കോവിഡ് വന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് യാതൊരുവിധ ഗ്ലൗസും ഇല്ല, മാസ്ക് ഇല്ല, ഒന്നുമില്ലാതെ അത്ര സ്നേഹത്തോടെ പരിചരിച്ചു കൊടുത്തിട്ട് പോലും ഇവർക്ക് കോവിഡ് വന്നില്ല. ബിക്കോസ് മനസ്സിനുള്ളിൽ ഭയം ഉണ്ടായിരുന്നില്ല. അവരുടെ റെസിസ്റ്റൻസ് പവർ പവർഫുൾ ആയിരുന്നു. അവർ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ മനസ്സിനുള്ളിലേക്ക് ശക്തി പകർന്നു കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്നത് നമ്മളെ ബാധിക്കുമെന്ന് യാതൊരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. വ്യാപനം നടക്കുന്നത് എപ്പോഴും വീക്കായിരിക്കുന്ന ശരീരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപോലെ ആരോഗ്യത്തെ നിലനിർത്തുന്നുണ്ട് എങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നും തന്നെ ബാധിക്കില്ലെന്ന് മാത്രമല്ല, ഇനി വന്നാൽ പോലും എന്തെങ്കിലും കാർമിക് അക്കൗണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും രോഗം വന്നൊരില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വന്നാൽ തന്നെ അത് നമ്മൾ ഒരിക്കലും അതിൻ്റെ വേസ്റ്റ് ലെവലിൽ പോവാതെ വളരെ ഈസി ആയിക്കൊണ്ട് അതിനെ അതിജീവിച്ച് സമ്പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഭയത്തെ ഇല്ലാതാക്കാൻ ഉപബോധ മനസ്സിനുള്ളിൽ പോസിറ്റീവായിട്ട് തോട്ട് നിറയ്ക്കണം. അതിനുവേണ്ടി ഏറ്റവും നല്ല കാര്യമാണ് രാവിലെ നേരത്ത് ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, സ്വയം സുപ്രീം സർജനായിരിക്കുന്ന ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഹൈലി പോസിറ്റീവായിരിക്കുന്ന ഞാൻ ഭഗവാന്റെ കൺമണിയാണ്, ഈശ്വരൻ്റെ കുട്ടിയാണ്, ഈശ്വരൻ എൻ്റെ സർവസ്വവുമായിട്ട് എൻ്റെ കൂടെയുണ്ട്. ഇത്തരത്തിലായിട്ടുള്ള ഹൈലി പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് രാവിലെ മാത്രമല്ല നിങ്ങൾക്ക് എപ്പോഴൊക്കെ സാധിക്കുന്നു അപ്പോഴൊക്കെ ഇത്തരം തോട്ട്സിനെ അഫർമേഷൻസ് നമ്മൾ സ്വയം പറഞ്ഞ് കേൾക്കുകയും അല്ലെങ്കിൽ മനസ്സിൽ തോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും ആ ഹൈലി പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മുടെ ശരീരത്തിലെ ഓരോ കണങ്ങളിലേക്കും പരസ്പരം ആനന്ദത്തിൻ്റെ ഒരു നൃത്തത്തിന് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ ഏത് രോഗത്തെ ഇല്ലാതാക്കാനും ഒരിക്കലും രോഗം വരാത്ത രീതിയിലുള്ളതായിട്ടുള്ള പ്രതിരോധ ശേഷി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ അഥവാ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഭയന്നു പോയി നിങ്ങൾക്ക് ആ തോട്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഉടനെ നമ്മുടെ ശ്രദ്ധേനെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുക്കുമ്പോൾ പതുക്കെ സ്ലോലി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നമ്മുടെ വയറിലും ശരീരത്തിലൊക്കെ ശ്വാസം നിറയുന്നതായിട്ടും ആ ശ്വാസത്തിൻ്റെ കൂടെ ഈശ്വരൻ്റെ കിരണങ്ങളെ സ്വീകരിക്കുന്നതായിട്ടും സങ്കല്പിക്കുക. ആ ശ്വാസത്തിനൊപ്പം ആ കിരണങ്ങൾ അങ്ങനെ നിറഞ്ഞ് നമ്മുടെ വയറിൽ, നെഞ്ചിൽ, ശരീരത്തിൽ മുഴുവൻ എല്ലാ മാംസപേശികളൊക്കെ നിറഞ്ഞ് ഫുൾ ആ പ്രകാശം നിറഞ്ഞു. പിന്നെ വേസ്റ്റ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയം ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു 5 മിനിറ്റ് സമയം മറ്റൊന്നും ഓർക്കാതെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, മനസ്സ് പൂർണ്ണമായിട്ടും ശാന്തമായൊരവസ്ഥ അനുഭവിക്കും. ആ ഒരു മൊമെൻറ്റിൽ വെച്ച് നിർത്താതെ ഹൈലി പോസിറ്റീവായിരിക്കുന്ന അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഓടി നടക്കുന്നതായിട്ടുള്ള വിഷ്വലൈസേഷൻസ് ചെയ്യുക, അങ്ങനെയുള്ളതായിട്ടുള്ള പോസിറ്റീവായിരിക്കുന്ന മൂവി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉപബോധ മനസ്സിൽ ഹൈലി പവർഫുൾ ആയിരിക്കുന്ന വൈബ്രേഷൻ റെക്കോർഡാവും. ആ വൈബ്രേഷൻ അഥവാ നെഗറ്റീവായ സാഹചര്യത്തിൽ നമ്മൾ കുരുങ്ങിപ്പോയാൽ പോലും നമ്മൾ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി റെസിസ്റ്റൻസ് പവറിനെ കൂട്ടും, രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി തരും. മനസ്സ് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ചെറിയ ട്രിക്സാണ് ഇത് ഉപയോഗിക്കാനും നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഈ ഒരു കാലഘട്ടത്തിനെ അതിജീവിക്കുമ്പോൾ അതിജീവിച്ച ആരോഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.